السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الحمد لله. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 13ാമത്തെ രാവിൽ അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പുണ്യമായ മജ്‌ലിസിൽ നമുക്ക് ഒരുമിക്കാൻ കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒന്നിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, മജ്‌ലിസിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെ കൂടെ കൂട്ടുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരെ സഹോദര സഹോദരിമാരുണ്ട്. അവരെയൊക്കെ അല്ലാഹു ചേർത്തി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു മാറ്റട്ടെ. ഒരുപാട് രോഗികളായ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് ഈ മജ്‌ലിസിലുണ്ട്. കാലിന് കൈക്കൊക്കെ വേദനയുള്ളവര് എല്ലാം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവിൽ പോയിസ മുഴുവൻ ആഗ്രഹിക്കുന്ന ഈ രാവിൽ അള്ളാന്റെ റഹ്മത്ത് ഇറക്കി കൊടുക്കുന്ന ഏറ്റവും മൂല്യമുള്ള മുഅ്മിനീങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ, സ്വലാത്തുകൾ, അത് നമുക്കൊന്ന് ചൊല്ലാം. റാഹത്തായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം. റാഹത്തായിട്ട് എൻ്റെ കൂടെ ആമീൻ പറയണം. എല്ലാത്തിലും സജീവമാകണം. എല്ലാവരും റാഹത്താണ്, സന്തോഷമാണെന്ന് പറയുന്നു. വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുൽ ഹിർസ് അത് ഓതുന്നവർക്ക് അന്നത്തെ ദിവസം ഒന്നുമില്ല, അള്ളാഹുവിന്റെ സഹായം കൂടെ നടക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ആയത്തുകളാണ്. ഈ ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനീങ്ങളുടെ ജീവന് പോലും പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി കൊടുക്കും. ഇത് ചൊല്ലുന്ന അന്ന് മരണം ഉണ്ടാകില്ല എന്നൊക്കെ തഫ്സീറിന്റെ കിതാബിൽ കാണാം. അത്രയേറെ പവറുള്ള ആയത്തുകളാണ്. ആയത്ത് നമുക്ക് ഒന്ന് ഓതാം. എല്ലാവരും റാഹത്തായിട്ട് എൻ്റെ കൂടെ ഒരുമിച്ച്. أعوذ بالله السميع العليم من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ആയത്തുകളുടെ പോരിശ കൊണ്ട് എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്ത് എല്ലാവിധ ഹിഫ്ളും ഹിമായത്തും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും അഫ്ളലായ ആയത്ത് ഓതിയാലോ? ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അത് മാത്രമല്ല, അള്ളാഹു എല്ലാ ബറക്കത്തും, ആയത്ത് കുർസി ഓതുന്ന വീട്ടിൽ അള്ളാഹു സാമ്പത്തിക ഐശ്വര്യം കൊടുക്കും, മലക്കുകളുടെ കാവൽ കൊടുക്കും, പൈശാചികമായ എല്ലാവിധ ശുറൂറുകള്, അപകടങ്ങളെ തൊട്ട് സലാമത്ത് കൊടുക്കും.
എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന ആയത്താണ്. നമുക്ക് റാഹത്തായിട്ട് എൻ്റെ കൂടെ എല്ലാവരും ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അൽഹംദുലില്ലാ, നമുക്ക് പരിശുദ്ധമായ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ദിക്ർ കൊണ്ട് തുടങ്ങാം. നമുക്ക് എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ചൊല്ലാനുള്ളത് ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന സാമ്പത്തിക ഐശ്വര്യം, കുടുംബത്തിൽ ജീവിതത്തിൽ എല്ലാം ഐശ്വര്യം ബറക്കത്തുണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റാണ്. അത് ഏറ്റവും അഫ്ളലായ ദിക്ർ കൊണ്ടാണ് തുടക്കം. അതാണ് അതിന്റെ ഭംഗി. അത് അള്ളാഹുവിന്റെ വലിയ ഭാഗ്യമുള്ളവർ പതിവാക്കുന്ന ദിക്റാണ്. ഔലിയാക്കൾക്കിടയിൽ പ്രസിദ്ധമാണ്. ആ ദിക്റൊന്ന് ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത്, നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ്. ഷുഗറിന്റെ പ്രശ്നം, പ്രഷറിന്റെ പ്രയാസങ്ങൾ, കൊളസ്ട്രോളിന്റെ പ്രശ്നം, ഡെയിലി മരുന്ന് കഴിക്കുന്നവർ, അതേപോലെ ബ്ലോക്ക് തകരാറ്, സ്റ്റോക്ക് തകരാറ്, ഞരമ്പിന്റെ പ്രശ്നങ്ങൾ, കൈകാല് മുട്ടുകൾക്കൊക്കെ വേദന, പ്രയാസങ്ങൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ, പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ലാ എന്നുള്ള ഈ തേട്ടം. അൽഹംദുലില്ലാ.
ഈ ദുആ എൻ്റെ കൂടെ എല്ലാവരും റാഹത്തായി. അല്ലാഹുമ്മ സ്വി അംറാലനാ യാ ശാഫിയൽ അംറാദ്. اللهم اشف أمراضنا يا شافي الأمراض. 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 അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത്, അള്ളാഹു ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസ്വലാക്കി തരാൻ. നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് ഉദ്ദേശങ്ങളുണ്ട്, ഹലാലായ മുറാദുകളുണ്ട്. ഒരുപാട് പേര് ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം, മുറാദ് ഹാസ്വലാകാൻ വേണ്ടി ദുആ ഇറക്കണം എന്ന് ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസ്വലാക്കി തരാനുള്ള ദുആ ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ. അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. اللهم حسن مرادنا يا محسن المرادات. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജാത്തുകളെ വീട്ടി തരാൻ നമ്മുടെ ഉസ്താദുമാരും പൂർവീകരൊക്കെ റാഹത്തായി അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്ന ദുആ, എല്ലാ ഹാജത്തുകളും അള്ളാഹു പെട്ടെന്ന് വീട്ടിത്തരും. ആ ദുആ നമുക്കൊന്ന് ചൊല്ലാം. ഒരുമിച്ചുകൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. اللهم اقض حاجاتنا يا قاضي الحاجات. അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, പരീക്ഷണങ്ങൾ, എല്ലാവിധ അപകടങ്ങൾ, ശുറൂറുകൾ, അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗത്ഭമായ ആയത്ത് നമ്മളൊക്കെ പതിവായിട്ട് ഓതുന്നവരാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സിഹർ പോലും കണ്ണീർ പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ്. ദിക്ർ എന്നുള്ള നിയ്യത്തിൽ എല്ലാ അശുദ്ധിയുടെ സമയത്ത് ഉമ്മമാർക്കൊക്കെ ചില റാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ ഖുർആനിന്റെ ആയത്തിന്റെ കഷണം ചേർത്ത് വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന, മനസ്സറിഞ്ഞ് വേദനിച്ചിനി ചെയ്യൂല അല്ലാ, സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോട് നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും. അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, അസ്തഗ്ഫിറുല്ലാഹൽ العظيم إنه كان غفارا، أستغفر الله 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 العظيم إنه كان غفارا. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും ഇങ്ങനെ ദുആ ചെയ്തു എന്ന് ഉമ്മുന ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ദുആയാണ്. പതിവായി ഓതിയ ദുആയാണ്. നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ, ഉറച്ച ഈമാൻ ഉണ്ടാവും. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും. ഒരു വസ്വാസും നമ്മുടെ കൽബിലേക്ക് വരൂല്ല. ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയ ദുആ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ ആത്മാർത്ഥമായിട്ട്.
اللهم يا مقلب القلوب ثبت قلبي على دينك 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 اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല പോലുള്ള ഔലിയാക്കൾ കൊണ്ടുവന്ന സ്വലാത്താണ്. നേർക്ക് നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർക്ക് നേരെ നമ്മളോട് അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ, ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ്. ഇത് കൂടെ എല്ലാവരും റാഹത്തായിട്ട് ചൊല്ലുക ഈ സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ അവിടത്തിന്റെ മേൽ മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത്. അള്ളാഹു അവരെ റഹ്മത്തിന്റെ നോട്ടം നോക്കും. അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടും. നമ്മൾ എല്ലാ മുഹബ്ബീങ്ങളുടെയും നല്ലയാളായിട്ട് മാറും. വലിയ ബറക്കത്തുള്ള സ്വലാത്താണ്. സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത്. റാഹത്തായിട്ട് എന്റെ കൂടെ എല്ലാവരും ചൊല്ലിക്ക്. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഖസീദത്തു കഫാക ബൈത്ത് നമുക്കൊക്കെ ചൊല്ലി മനപ്പാടായി. എത്ര റഹ്മത്താന്നറിയോ, എത്ര കാവലാണ്. യാ കാഫി, എല്ലാറ്റിനും മതിയായ റബ്ബേ, എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന ബൈത്താണ്. പരിശുദ്ധമായ ഈരടികളാണ് കഫാക ബൈത്ത്. അപ്പൊ റാഹത്തായിട്ട് എന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا
كالكاف قربته يا كوكبا كان تحكي كوكب الفلك كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلك. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ, അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബാദികൾ, മക്കൾ, അയൽവാസികൾ എല്ലാവർക്കും നിയ്യത്ത് ചെയ്യാം. ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ കരുതാം. നമ്മുടെ മഹല്ലത്തിലൊക്കെ ഓരോ മഹല്ലത്തിലും മറവട്ട് കിടക്കുന്നവര്, പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ, ഒരുപാട് ഉസ്താദുമാര്, ഒരുപാട് ഔലിയാക്കളുണ്ട്. അവരൊക്കെ നിയ്യത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ലാഹ്. റാഹത്തായിട്ട് ഒരു ഫാത്തിഹ ഓദിക്കുക എല്ലാവരും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ ചൊല്ലിയതും പറഞ്ഞതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഒരുപാട് പേര് പല പ്രശ്നങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു, പല വിഷമങ്ങൾ പറഞ്ഞു. മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം 9, 10 നമ്മളെടുത്ത നോമ്പിന്റെ ബറക്കത്തോടെ അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, എല്ലാം കബൂൽ ചെയ്യട്ടെ. ഈ മാസത്തിന്റെ എല്ലാ പോലീസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എന്തെല്ലാം മുറാദുണ്ടോ ഹാസിലാക്കട്ടെ, എന്തെല്ലാം രോഗമുണ്ടോ അല്ലാഹു ശിഫയാക്കട്ടെ. കിടന്ന കിടപ്പിൽ ഉസ്താദെ ഞങ്ങൾ മജ്ലിസ് കാണുകയാണ്, ഞങ്ങളിതിൽ പങ്കാളിയാവുകയാണ്, ഞങ്ങൾക്ക് ക്ലാസ് വലിയ സന്തോഷമാണ്. എത്ര ഉമ്മമാരും ഉപ്പമാരാണ് വിളിച്ചു പറയുന്നത്, എത്ര പേരാണ് മെസ്സേജ് അയക്കുന്നത്. വലിയ സന്തോഷവും ദുആയും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന, കരഞ്ഞിട്ടൊക്കെ ഉമ്മമാരുപ്പാര് ദ്വാരക്ക. ഈ മജ്ലിസിന് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി, ഈ വിനീതിന് വേണ്ടിയൊക്കെ ദ്വാരക്ക. വലിയ സന്തോഷമാണ്. അല്ലാഹു എല്ലാവർക്കും അവന്റെ ഇഷ്ടവും പൊരുത്തവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹുവിന്റെ ജന്നത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് നാമീം പറഞ്ഞ് ഖൽബ് കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്,
നിങ്ങൾ ഓതിയതും ചൊല്ലിയതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവരെ എല്ലാറ്റിന്റെയും മിഥിലതവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറുൽ മുസലാഹിന്റെ ആളുകൾ, പടച്ചവരെ നിങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, അല്ലാഹുവേ എല്ലാവരുടെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ. നിങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ പടച്ചവരെ അൻവാറെ ഫജറിന്റെ ആത്മീയ മജ്‌ലിസിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് അല്ലാ. അവരുടെ ഖബറിലേക്ക് അതിന്റെ മിഥിലതവാബിനെ എത്തിക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ സാധുക്കളാണ് ഞങ്ങള്. നിന്റെ അഫൂ മാപ്പാട് ഞങ്ങൾക്ക് പ്രതീക്ഷ റബ്ബേ. അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്തു പോയി റബ്ബേ, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൽബിന് വേദനയുണ്ട് റബ്ബേ, ഇനി ഞങ്ങൾ ചെയ്യൂല അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. പടച്ചവരെ ശാരീരിക മാനസിക രോഗങ്ങൾ, അസ്വസ്ഥതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, പടച്ചവരെ വീടില്ലാത്ത, മക്കളില്ലാത്ത, ജോലിയില്ലാത്ത, വിദേശത്ത് സ്വദേശത്ത് പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്ത് ആമീൻ പറയാൻ കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങള്, വിഷമങ്ങള് മാറ്റണേ അല്ലാ. കൈക്കും കാലിനും നടുവിനൊക്കെ വേദനയാണ്, ദുആ ചെയ്യാൻ പറഞ്ഞു നീ ശിഫാ കൊടുക്കണേ അല്ലാ. പടച്ചോരേ ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, മാതാപിതാക്കള് ബറക്കത്ത് നൽകണേ അല്ലാ. മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാ. ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട് അവസാനം എല്ലാ മുഅ്മിനീങ്ങളുടെ നാവും ഒരു വട്ടമെങ്കിലും പറയാൻ പറ്റുമോ എന്ന് കൊതിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റിയുയർത്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ, ആമീൻ പറയുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവരെ വിവാഹം കഴിച്ചു വിട്ട ഞങ്ങളുടെ കുടുംബത്തിലെ പെൺമക്കൾ ഖൈറ് നൽകണേ അല്ലാ. അവർ കയറി ചെന്ന വീട് ബറക്കത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ കൂലി നിറച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് സ്വാലിഹീങ്ങൾ, നിസ്കാരമുള്ള നല്ല ഭർത്താക്കന്മാരാക്കണേ റബ്ബേ. പരസ്പരം കൈപിടിച്ച് സ്വർഗത്തിലൂടെ നടക്കുന്ന ഭാര്യ ഭർത്താക്കൾ കുടുംബമാക്കണേ അല്ലാ. നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക്, വാപ്പാക്ക്, കാരണവന്മാർ, ഉസ്താദുമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അവര് പ്രായമായി പലപ്പോഴും രോഗമാണ്, ക്ഷീണമാണ്, വിഷമമാണെന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. അല്ലാഹുവേ അവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. പ്രായമുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, സ്വീകരിക്കണേ അല്ലാ. ഖൈർ കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഫലസ്തീനിന്റെ മക്കളെ നീ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ ചെയ്യാൻ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളോട് ആർക്കൊക്കെ മഹബത്തുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم رب ارحمهما كما ربياني صغيرا بحق يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
وبحق صلى الله على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله നാളെയും നമ്മൾ മജ്‌ലിസുണ്ട് എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ മജ്‌ലിസിൽ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കണം അവരെ കൂടെ പങ്കാളിയാക്കണം ആ കൂലി കൂടെ നമുക്ക് നേടണം എല്ലാവർക്കും ഓർമ്മ വേണം അല്ലാഹു ഇൻഷാ അല്ലാഹ് നാളെ മജ്‌ലിസിൽ ഒരുമിക്കാൻ ഭാഗ്യം തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു